സുദിനമാണിന്ന്. നെല്ലും വയലും വയലേലകളും നിറഞ്ഞ ചരിത്ര വിശ്വാസങ്ങൾക്ക് അകതാരിൽ സ്ഥാനം നൽകിയ സാധാരണക്കാരിൽ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമമാണിത്. ഒരു നാടിന് കാവലായി പഴയടത്ത് ശ്രീ നരസിംഹസ്വാമിയും പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമിയും കുടികൊള്ളുന്ന പുണ്യഗ്രാമം. അന്നന്നത്തെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച ആഘോഷത്തിനായി ഒരുങ്ങുന്ന ഒരു ജനതയുടെ ആ കാത്തിരിപ്പിന് വിരാമമാണിന്ന്. അതെ, പറഞ്ഞാൽ തീരാത്ത ചരിത്രവും പറയുവാനേറെയുള്ള ആവേശവും അണിനിരക്കുന്ന മണ്ണ്, പേരും പെരുമയും നിറഞ്ഞ തമ്പുരാന്റെ മണ്ണ്, ആനയടിയുടെ മണ്ണ്. ഉത്സവാഘോഷങ്ങൾക്ക് നിറം പകർന്ന ഗജവീരന്മാർ നിരനിരക്കുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഈ വർഷം ഇതാദ്യമായി ആനയടി പൂരത്തിലേക്ക് കടന്നു വരുന്നു രാജകേസരി തടത്താവിള മണികണ്ഠൻ. തന്നെ വിരിമാറിലേക്ക് ഒരു പിടി ഗജതാരങ്ങളെ സമ്മാനിച്ച തടത്താവിളയുടെ മറ്റൊരു ഗജവീരൻ. ആരവങ്ങൾ അകമ്പടിയാക്കി രാജാക്കന്മാർ പിറന്ന ഉത്തര ഭാരത മണ്ണിൽ നിന്നും മാതംഗ മലയാളത്തിന്റെ തെക്കൻ മണ്ണിനായി അവതാരമെടുത്തവൻ. വടക്കു പിറന്നവരുടെ വരവിനാൽ കീർത്തിയാർജിച്ച ഭൂതക്കുളത്തിന്റെ മണ്ണിൽ വരുന്ന ഗജശ്രേഷ്ഠൻ. താരമാകാൻ തരംഗമാകാൻ ആനയെ അറിയുന്നവരുടെ മുന്നിൽ ആണായി നിന്ന് വളർന്നവൻ ഗജകേസരി തടത്താവള മണികണ്ഠനും. ചന്ദ്രങ്ങളെ മലയാള മണ്ണിന് സമർപ്പിച്ച പുതുപ്പള്ളി പാപ്പാലപ്പറമ്പ് ഗജനിരിയുടെ മറ്റൊരു നേരവകാശി കടന്നു വരുന്നു ഗജകേസരി പുതുപ്പള്ളി ഗണേശൻ. വീഥികളിൽ നാഴികക്കല്ലായ നേട്ടങ്ങൾ രചിച്ചു ശീലിച്ച ഗണേശനിത ആനയടിയുടെ മണ്ണിലേക്ക് വരികയാണ്. പ്രസിദ്ധവുമായ പഴയിടം ശ്രീ നരസിംഹസ്വാമിയുടെ തിരുസന്നിധാനം. ഈ പുണ്യഭൂമിയിലേക്കിതാ, ഈ വർഷത്തെ ആനയടി പൂരത്തിലേക്കിതാ വരികയാണവൻ. വടക്കൻ നാട്ടിൽ ജനിച്ചു തെക്കൻ മലയാളത്തിന് തിലകമായി മാറിയ ഗജരാജ പ്രമാണി. ശാരീരിക സൗകുമാര്യം കൊണ്ട് ശരവേഗം കീർത്തിയേറി പേരുകേട്ട സുന്ദര കില്ലാടി. ഊണാട്ടുകര മുതൽ ഇങ്ങോട്ട് ഏതേത് പൂരപ്പറമ്പിലും നിറനിറയുന്ന സാന്നിധ്യം. എണ്ണം പറഞ്ഞ തിടമ്പാനയായും എടുത്തു നിൽക്കുന്ന സവിശേഷതകളുള്ള കൂട്ടാനയായും എവിടെയും ചേരുന്ന നന്ദൻ. വടക്കൻ നാട്ടിലേക്കും മധ്യ കേരളത്തിലെ തനതായ പൂരപ്പറമ്പുകളിലേക്കും ഇനിയും വസന്തം ഇരിക്കേണ്ടുന്നവൻ ഇവൻ നീലകണ്ഠൻ. പുതുമയെന്നും അലങ്കാരമാക്കിയപ്പോഴും തെക്കിന്റെ പൊന്മണ്ണ് കൈവിടാതെ കാത്ത മാതംഗ മാണിക്യം പനക്കൽ നീലകണ്ഠൻ. ചരിത്രമുറങ്ങുന്ന നാടിന്റെ ആവേശത്തിന് തിരികൊളുത്തിക്കൊണ്ട് പൂരനഗരിയുടെ വേറിട്ട ചന്തം വരികയാണ് യുവകേസരി ഊട്ടോളി ചന്തു. ചുംബിച്ചിത ആനയടി പൂരം കൂടുവാൻ ഒരു നാട്ടാന ചന്തം കടന്നു വരികയാണ്. മലയാളക്കര കണ്ട സഖ്യ സൗന്ദര്യങ്ങളിൽ സമസ്ത ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മറ്റൊരു സുന്ദര ഗന്ധർവൻ ഇതാ വന്നു ചേരുകയാണ്. ഇവൻ ചരിത്രത്തിന്റെ ഇടനാഴിയിൽ അഴകിന്റെ മൂർത്തിയായി അവതാരം കൊണ്ട സുന്ദരൻ ഗജകേസരി മരുതൂർ മണികണ്ഠൻ. തികവാർന്ന ആവേശങ്ങളെ തിരിയൊഴിഞ്ഞ് സ്വീകരിക്കുന്ന മണ്ണിന്റെ മടിത്തട്ടിലേക്ക് ഇനിയിതാ അക്ഷരനഗരിയുടെ വീര സേനാപതി വരികയാണ്. അതെ, ആയിരങ്ങളിൽ ഒരുവന് മാത്രം കാണുന്ന വേറിട്ട ആവേശത്തിന്റെ ഗജസ്വരൂപമാണിവൻ. ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടുകണ്ണൻ.
ഈ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് പദം വെച്ച് വരികയാണ് മഹേശ്വരൻ. അതെ, പവിത്രമാകുന്ന ആചാരങ്ങളുടെ വിളനിലമായ വടക്കുംനാഥ ഭൂമിയിലെ ആനയൂട്ടം കൂടി ഒരുപാട് പൂരഭൂമികളിൽ നിറസാന്നിധ്യമായി പേരുകേട്ട വീരന്മാരെ എന്നും പൂരമലയാളത്തിന് സമ്മാനിച്ച പാണഞ്ചേരിയുടെ ഗജരാജൻ ഗജകേസരി പാണഞ്ചേരി മഹേശ്വരൻ വരികയാണ്. ആഘോഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈ നാടൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഇനി ഇവിടെ ആഘോഷത്തിന് സ്ഥാനം വഹിക്കുവാൻ താരസൂര്യയുടെ കാവലാളായി തെക്കൻ മലയാളത്തിന്റെ വഴികാട്ടി നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തമ്പുരാൻ, എണ്ണം പറഞ്ഞ വേദികളെന്നും സ്ഥാനം നൽകി ആദരിച്ച അടൂരിന്റെ വീരപുത്രൻ, ശാന്തശീലനും സൗമ്യപ്രഭാവനുമായ ചക്രവർത്തി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്തു രാജേന്ദ്രൻ. നേരായ രീതികൾ കൊണ്ട് തെക്കൻ മലയാളം താരസൂര്യൻ എന്ന വിളിപ്പേര് ചാർത്തി കൊടുത്തവനിതാ അങ്ങ് ആൻഡമാൻ നാടിന്റെ വടിത്തട്ടിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന വിസ്മയമിതാ വടക്കിന്റെ ചിട്ടവട്ടങ്ങളും മനഃപാഠമാക്കി അടൂരിന്റെ ഗജനായകൻ മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തു രാജേന്ദ്രൻ. 22 വർഷത്തിന്റെ കൂട്ടുകെട്ടിന്റെ കഥ പറയുന്ന പഴകുളം അനിച്ചേട്ടന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇതാ കാലം കഥകൾ പറയുന്ന തൃശ്ശൂർ പേരൂരിൽ നിന്നും പത്തനംതിട്ടയുടെ മടിത്തട്ടിലേക്ക് കടന്നു വന്ന രാജനിയോഗം. പേരുകേട്ട പൂരങ്ങളിലും പെരുമയുള്ള മണ്ണിലും നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ മണ്ണിന്റെ തിലകം ചാർത്തിയവൻ, ഏത് വമ്പരോടും പടവരുതുവാൻ പേടിയില്ലാത്ത നായകൻ മൗട്ടത്തു രാജേന്ദ്രനും സാരഥിമാർഗം ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. ആളും മരങ്ങും ഒരുങ്ങി നിൽക്കുന്ന മണ്ണിലേക്ക്, ഉണ്ണിക്കണ്ണന്റെ മണ്ണിലിതാ ഉത്സവാഘോഷങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ആ മണ്ണിൽ നിന്നും കടന്നു വന്നിരിക്കുന്നു ഗജകേസരി നെടുമൺകാവ് മണികണ്ഠൻ. മാതംഗ ചന്തം ചാർത്തിക്കൊണ്ട് ഈ പുണ്യഭൂമിയെ അലങ്കരിക്കുവാൻ പൂണാട്ടുകരയുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്ന ഗണപതി ചന്തം, ഒന്നിനൊന്ന് മികച്ച കേമന്മാർക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്നും ഒന്നാം തരം കൊമ്പന്മാർ വാഴുന്ന ഓണാട്ടുകരയുടെ മണ്ണിലേക്ക് വന്നു ചേർന്നവൻ, എടുപ്പു കുതിരകളും കെട്ടുകാഴ്ചകളും അകമ്പടി സേവിക്കുന്ന ചരിത്രഭൂമിയിൽ ആനക്കമ്പത്തിന്റെ പുതിയൊരാവിർഭാവം പകർന്നവൻ, പെരിങ്ങല്ലിപ്പുറം അപ്പുവിനും സാരഥിമാർഗം ആനയടി.
മറ്റൊരു കേവൻ കാണുന്ന കാഴ്ചയിൽ തന്നെ ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറിട്ടാന ചന്തം ഓണാട്ടുകര പാടുന്ന സൗന്ദര്യത്തിന്റെ ഗജരൂപം ഗണപതി പ്രിയൻ വഴുവാടി കാശിനാഥൻ. സന്ദീപ് ലക്ഷ്മി ഭവനം താമരക്കുളത്തിന്റെ വഴിപാടായി ഒരു ചങ്ങനാശ്ശേരിക്കാരന്റെ വരവ്, മാടപ്പള്ളി ഭഗവതിയുടെ മാനസപുത്രന്റെ വരവ്, സുന്ദര കില്ലാടി വിഷ്ണു ലോകം രാജസേനൻ. വീണ്ടും ഒരു ഉത്സവപ്പൻ സുദിനം വന്നെത്തുമ്പോൾ ഇതാ ഭഗവാന്റെ പൂരം കൂടുവാൻ വരുന്നുണ്ട് മറ്റൊരാനച്ചന്തം. മണ്ണിൽ പിറന്ന വീരന്മാരിൽ മാതംഗ പെരുമയുടെ ഇല്ല പെരുമ തൊട്ടവൻ സുരേഷ് കുമാർ പടിപ്പുരയ്ക്കൽ കിഴക്ക് താമാക്കുളം സമർപ്പിക്കുന്ന വഴിപാടായി കടന്നു വരികയാണ് ഗജരാജൻ പടിഞ്ഞാറേ മഠം ശങ്കരൻ. പുത്രന്മാരുടെ ചെവിയാട്ടത്തിന് കാവൽ നിൽക്കുന്ന മലയാളക്കരയുടെ എണ്ണം പറഞ്ഞ സൗന്ദര്യം കടന്നു വരികയാണവൻ നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. ഒരു വീരപുത്രനിതാ കടന്നു വരികയാണവൻ. ചരിത്രവും വിശ്വാസവും കഥകൾ പറയുന്ന മണ്ണിലേക്ക് ഇതാ കുതിരസംഘം ഭാരതജംഗ്ഷൻ ആനയടിയുടെ നായകൻ വരികയാണ്. അതെ, ഇവൻ പള്ളിവാളും പൊൻപട്ടും ധരിച്ചു വാഴുന്ന തിരുവാറാട്ടുകാവ് കാവിലമ്മയുടെ മാനസപുത്രൻ. അക്ഷരം തെറ്റാത്ത ആവേശം ഏതു മണ്ണിലും നിറയ്ക്കുന്ന തിരുവിതാംകൂറിന്റെ യുവരാജാവ്, യുവരാജകേസരി പത്മനാഭപ്രിയ ഗജപ്രജാപതി ആറ്റിങ്ങൽ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് കാളിദാസൻ. തനിക്കായി പാഥകൾ ഒരുക്കുന്ന ധീരസാരഥി ശാർക്കര ബിജുവിന്റെ കൈയും പിടിച്ചുതാ കടന്നു വരികയാണവൻ. വംശപരമ്പരകളുടെ പരദേവതയായ തിരുവാറാട്ടുകാവിൽ അമ്മയുടെ വരമായി കിട്ടിയ ആൺകുട്ടി, എണ്ണം പറഞ്ഞ അംഗങ്ങൾ എന്ന് മണിനിരന്നു നിൽക്കുന്ന തിരുവിതാംകൂറിന്റെ അഭിമാനതാരം. അതെ, ഈ മണ്ണിന്റെ മടിത്തട്ടിൽ ചരിത്രം രചിച്ചുകൊണ്ട് കുതിരസംഘം ഭാരതജംഗ്ഷൻ ആനയടിയുടെ കൈയും പിടിച്ചുതാ വരികയാണവൻ. താരങ്ങൾ പലതും ആവേശം നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ മലയാളത്തിന്റെ വീരഗജരാജൻ യുവരാജകേസരി പത്മനാഭപ്രിയ ഗജപ്രജാപതി തിരുവാറാട്ടുകാവ് കാളിദാസനും സാരഥിമാർഗം കടന്നു വരികയാണ്. അതെ, അഴകിന്റെയും ഐശ്വര്യത്തിന്റെയും അനിതര സാധാരണ ഗജരൂപം ഗജകേസരി ഗുരുവായൂർ ദേവസ്വം ബാലു മറ്റൊരു മാണിക്യം. വേറിട്ട പൂരങ്ങൾക്ക് വന്നെത്തി പൂരപ്രേമികളുടെ ഹരമായി മാറിയ ഗജകേസരി ഗുരുവായൂർ ദേവസ്വം ബാലുവിനും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം.
ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നു. ഒരു നാട്ടുകറിയുടെ പൂരഭൂമിയിൽ വളരുന്ന ഭാവിയുടെ വാഗ്ദാനം. രാജകുമാരൻ ശനീശ്വരപ്രിയൻ മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ കുരുവയുമായി സ്വീകരിച്ച ഒവ്വാക്കാവിന്റെ മണ്ണിൽ നിന്നും ഗന്ധർവന്റെ നാട്ടിലേക്ക് കടന്നു വന്നവൻ. കരുത്തിട്ട കൗമാരത്തിന്റെ കനകകാന്തിയിൽ അടവത്താൻപരപ്പായി രംഗപ്രവേശം ചെയ്തവൻ. ശ്രീരംഗരാജനായ ഭഗവാന്റെ ശ്രീത്വം വിളങ്ങുന്ന നാമധേയവും ചൂടി കടന്നു വരികയാണവൻ. സാക്ഷാൽ ശനീശ്വരപ്രിയൻ മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദനും സാരഥ്യ സദസ്സിൽ ഇതിഹാസകാവ്യം രചിച്ച മഹാകവിയുടെ നാമധാരിയായി കടന്നു വരുന്നു അവനും. അകത്ത് കാളിയമ്മയെങ്കിൽ പുറത്തി ദാസനുണ്ടെന്ന് നേടാട്ടുകരയിൽ നിന്നും കാണിച്ചു കൊടുത്തവൻ. ഇവൻ വടക്കും തല കനയന്നാർ കാവിലമ്മയുടെ പൊന്നുപുത്രൻ വിശ്വവീര ചക്രവർത്തി കനയന്നാർ കാവ് കാളിദാസൻ. വാർമുടി ചുരുളടിച്ചിട്ട് പാരിടം ഇരുട്ടാക്കി ദാരികന്റെ യുവജന സമിതി കുതിര ചാടിക്കും വിളയുടെ കയ്യും പിടിച്ചു വരികയാണവൻ. അതെ, ഇവൻ പൂരങ്ങളായ പൂരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും തന്റെ ഗജസൗന്ദര്യം കൊണ്ട് അടക്കി ഭരിക്കുവാൻ ഒരുങ്ങുന്നവൻ. ചരിത്രമിറങ്ങുന്ന വേണാട് നാടിന്റെ അഭിമാന താരകം ആനന്ദ ഭൈരവനാഥപ്രിയൻ വേണാട് ആദി കേശവൻ. തെക്കൻ മലയാളത്തിന്റെ വീറും വാശിയും ആന കേരളത്തിൽ നിറനിറയ്ക്കുവാൻ യുവജന സമിതി കുതിര ചാടിക്കും വിളയിതാ ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് കൊണ്ടുവരികയാണവരെ. മറുനാട്ടിൽ പിറന്ന മലയാള നാട്ടിലെത്തി മഹിമകൾ അകമ്പടിയാക്കി വളർന്ന വീരനായകൻ. കാലത്തിന്റെ ഇടനാഴിയിൽ ആർക്കും മുന്നിലും അടിയറവ് വയ്ക്കാത്ത ചങ്കൂറ്റം കൊണ്ട് ചരിത്രം കുറിച്ചിട്ടവൻ. പോരാട്ടത്തിന്റെ വേദികൾ തനിക്ക് പുതുമയല്ലെന്നും നേടാൻ ഉറച്ചു ചുവട് വച്ചാൽ നേടിയെടുത്തേ മടങ്ങൂ എന്നും വാശിയുള്ളവൻ. അതെ, ആഘോഷത്തിന്റെ പുതിയ പൂരക്കാലം കടന്നു വരുമ്പോൾ അനന്തപുരിയുടെ വീറും വാശിയും എന്തെന്ന് കാണിക്കുവാൻ നെഞ്ചും വിരിച്ചു കടന്നു വരികയാണവൻ. യുവജന സമിതി പ്രൗഢിയിൽ പരവൻ പറമ്പിലെ അരുമയായി തീർന്ന പാലകാപ്യ പ്രമാണി. പ്രൗഢിയുള്ള ബാലകാല്യം മുതൽ പരമപുണ്യമായ പൂരപ്പറമ്പുകൾ സമ്മാനിച്ച ഇതിഹാസ പുരുഷൻ. അതെ, പകിട്ടിന്റെ പന്തരമാറ്റം പതിവിന്റെ ശൈലികളും ഇറക്കാത്ത പാലകാപ്യ കുലത്തിലെ മഴവിൽ കാവടിയിത ആന കേരളത്തിന്റെ സത്യസുന്ദരങ്ങളിൽ അഴകിന്റെ നേർരൂപമായി നിറനിറയുന്ന മഴവിൽ കാവടിയിത ആയിരങ്ങളിൽ ഒരുവൻ മാത്രമായ അഴകിന്റെ മഴവിൽ കാവടിയിത അവതരിക്കുന്നു കൂട്ടരെ. തോമയിൽ കൂട്ടത്തിന്റെ നായകൻ സാക്ഷാൽ സഖ്യസുന്ദര ഗന്ധർവൻ കളഭകേസരി ഈരാറ്റുപേട്ട അയ്യപ്പൻ. കാത്തിരിക്കുന്ന ജനസാഗരത്തെ ആവേശത്തിൽ ചേർത്തു നിർത്തിക്കൊണ്ട് തോമയിൽ കൂട്ടത്തിനൊപ്പം ആനയടി പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ. ലക്ഷണ തികവുകളുടെയും സ്വഭാവ മഹിമകളുടെയും അവസാന വാക്കായി ഐശ്വര്യ ശ്രീമാൻ സാക്ഷാൽ ഗജരാജഗന്ധർവന് ശേഷം അക്ഷര നഗരിയിൽ നിന്നും പാറമേൽ കാവിലമ്മയെ രാത്രി പൂരത്തിന് എഴുന്നള്ളിച്ച പൂരനായകൻ വടക്കുംനാഥന്റെ അരങ്ങുകളിൽ നിന്നും അരങ്ങുകളിലേക്ക് തന്നെ വഴി നടത്തുന്ന സാരഥിമാർ വിഷ്ണുവിന്റെയും ശ്രീജിത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരുന്നു പരിമളത്തമ്മയുടെ മാനസപുത്രൻ. ആരെന്ന ചോദ്യത്തിന് ഞാനെന്ന മറുപടി കൊടുക്കുവാൻ ദേശിംഗനാട് ഒരുക്കി വച്ചിരിക്കുന്ന മൂർച്ചയേറിയ വജ്രായുധം. കാലം കടക്കും തോറും കീർത്തിയേറി പടികടത്തേറുന്ന യുവതാര സൂര്യൻ കടന്നു വരുന്നു. ആനയടി തമ്പുരാന്റെ അമ്പലമുറ്റത്തേക്ക് വരികയാണവൻ. ഗജരാജകേസരി വരുന്നു. പ്രതിസന്ധികളുടെ പാഴ്സരങ്ങൾക്കെന്നും തടുത്തു നിർത്താനും അടക്കി ഭരിക്കുവാനും കഴിയാത്ത ഒന്നാം നിര യുവത്വം. ശാന്തതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്നും യോഗ്യതയുടെ സിംഹാസനങ്ങളിലേക്ക് കുതിക്കുന്നവൻ. എണ്ണം പറഞ്ഞവർക്ക് മാത്രം എന്നും സ്ഥാനം ലഭിക്കുന്ന തേക്കിൻ കാട്ടിൽ തെക്കിന്റെ രാജദൂതമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ. തെക്കൻ നാട്ടിൽ നിന്നാലും വടക്കൻ നാട്ടിലേക്ക് ചെന്നാലും ആരാധകർ ഏറെയേറെ കാത്തിരിക്കുന്ന വിഷ്ണു. ഉത്സവ മലയാളത്തിന്റെ പുത്തൻ പ്രതീക്ഷകൾക്ക് അർത്ഥം നൽകുന്ന താരസൂര്യൻ തെക്കിന്റെ യുവരാജ പ്രജാപതി പരിമളം വിഷ്ണു വരുന്നു. താമരക്കൊടി വാഴുന്ന ദേവചൈതന്യത്തിന്റെ നാമധേയം വാലോളം ഉയർത്തുവാൻ പിറവികൊണ്ട താരരാജകുലപതി വരുന്നു. സംഖ്യ സൗന്ദര്യത്തിന്റെ തനത് മൂർത്തി ഭാവങ്ങളെ തന്റെ മേനിയിൽ ആവാഹിച്ചു കുടിയിരുത്തി അഴകിന്റെ നേർരൂപം വരുന്നു. തനിക്കു താൻ പോകുന്ന വേദികളിൽ മാത്രം അവതാരം കൊണ്ട് തെക്കൻ കേരളത്തിന്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയവൻ. അതെ,
ആനയടി പൂരത്തിലേക്ക് ഇതാ ഈ പൂരാവേശത്തിലേക്ക് നാടൻ ആനച്ചന്തം പകരുവാൻ നടയമരങ്ങൾ ഉറപ്പിച്ചു വരികയാണവൻ. ശ്രീ മഹാദേവന്റെ പ്രിയനായ താമരക്കുടിയിൽ വരുന്ന താരനായകൻ ഗജപത്മരാജ വിരാടിയാർ താമരക്കുടി വിജയൻ. മയ്യനാടിന്റെ മണ്ണിൽ നിന്നും ആഘോഷങ്ങളെ സ്വീകരിച്ച് വടക്കുംനാഥന്റെ മണ്ണിൽ ആരവങ്ങൾ ഉയർത്തി കടന്നു വരികയാണ്. താരങ്ങളെ ഊട്ടി വളർത്തിയ തൃശൂരിന്റെ മണ്ണിൽ തങ്കത്തിളക്കത്തിന്റെ പൊൻപ്രഭ നിറയ്ക്കുവാൻ വരികയാണ്. വടക്കൻ മണ്ണിൽ ജനിച്ച് മലയാള ഭൂമിയിലെത്തി പൂരങ്ങളുടെ പ്രൗഢികാത്തവൻ ഇതാ വന്നു ചേരുകയാണ്. മയ്യനാടിന്റെ നാമം ഇന്നാന കേരളത്തിൽ മുഴക്കുന്ന ചക്രവർത്തി ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി വരികയാണ്. ആമ്പാടിയിൽ നിന്നൊരു കരിവീര തേജസ്. അതെ, ആമ്പാടിയുടെ വീരനായകൻ ഇതാ ആനയടി പൂര പെരുമയിലേക്ക് വരികയാണ്. ആമ്പാടി മഹാദേവൻ വരികയാണ്. ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് വന്നു ചേരുന്നു. പ്രിയ സാരഥിമാരുടെ കയ്യും പിടിച്ച് ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ മെടുത്തട്ടിൽ നിന്നും ചെറുപ്രായത്തിന്റെ ചോരത്തിളപ്പുമായി മലയാള മണ്ണിലേക്ക് എത്തിയവൻ ആമ്പാടി മഹാദേവനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. ഉണ്ണിമങ്ങാടിന്റെ മടിത്തട്ടിൽ നിന്നും ഉണ്ണിയായി പിറന്നൊരു കരിവീര തേജസ് ഉണ്ണിമങ്ങാട് കണ്ണനും ആനയടി പൂര പെരുമയിലേക്ക് ഇതാ അഴകിന്റെ നിറച്ചാർത്തായി വരികയാണ്. ഉഗ്രപ്രതാപികൾ അടക്കി വാഴുന്ന ഉണ്ണിമങ്ങാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞവൻ കടന്നു വരുന്നു. ആനങ്ങൾ അരങ്ങു വാഴുന്ന മണ്ണിലെ മാതംഗ സൗകുമാര്യം മാതംഗ ശ്രേഷ്ഠൻ ജീശ്വരപ്രിയൻ ഉണ്ണിമങ്ങാട് കണ്ണൻ. കുളമാക്കിൽ തറവാട്ടിൽ നിന്നും വരികയാണ് ഒരു കരിവീര തേജസ്. അതെ, കുളമാക്കിൽ പാർത്ഥസാരഥിയോടൊപ്പം അരങ്ങു വാഴുന്ന കരിവീര തേജസ് കുളമാക്കിൽ ഗണേശൻ വരികയാണ്. തന്റെ വീഥികളിൽ എന്നും കാവലായിട്ടുള്ള സാരഥി വയനാടൻ കുഞ്ഞുമോന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ വരികയാണവൻ. ഉത്തര വനാന്തര ഭൂമിയുടെ ഹൃദയ സീമയിൽ നിന്ന് ആലപ്പുഴയുടെ കടലോരത്തേക്ക് ആവേശപ്പെരുമയായി കടന്നു വന്നവൻ കുളമാക്കിൽ ഗണേശനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. മാധവൻകുട്ടിയുടെ വരവ് ആമ്പാടിയിൽ നിന്നും വരികയാണ്. മാധവൻകുട്ടി ഗജരാജ പെരുമ നിറയുന്ന ആനയടി പൂര പെരുമയിലേക്ക് ഇതാ ആമ്പാടിയുടെ മടിത്തട്ടിൽ നിന്നും കോടി അഴകുമായി പൂരപ്പറമ്പുകൾ സ്വീകരിച്ച ആമ്പാടി മാധവൻകുട്ടിക്കും സ്വാഗതം. ഉത്സവാഘോഷത്തിന്റെ ആവേശം ഒരു നാടിനെ എന്നാകെ പരകോടിയിൽ എത്തിച്ചു നിർത്തുമ്പോൾ ഇനി ഇതാ വീരപ്രതാപിയായി വരികയാണ് ഒരുവൻ. അക്ഷര നഗരിയുടെ ആൺപിറന്നവൻ ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ളി ഗണേശൻ. ഗണേശനും അടക്കം ഒരുപിടി താരങ്ങൾ അണിനിരന്നു നിന്നിരുന്ന ഉണ്ണിപ്പിള്ളി തറവാട്ടിലെ ഇന്നത്തെ തലയെടുപ്പ് ഉണ്ണിപ്പിള്ളി ഗണേശനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. കാലത്തിന്റെ ആഘോഷത്തിന് തമ്പുരാന്റെ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ വരികയാണ് ഇളമ്പല്ലൂരിന്റെ മാതംഗ യൗവനം ഗജരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചു ഗണേശൻ. പ്രിയ സാരഥി കാവനാട് കണ്ണന്റെ കയ്യും പിടിച്ചു വന്നെത്തുന്നു ആനയടിയിലേക്ക്. മഹിമകൾ നിറയുന്ന മലയാളക്കരയിലേക്ക് മറുനാട് കടന്നെത്തിയ യുവശ്രീമാൻ കാവലായി വാഴുന്ന സത്യചൈതന്യ സ്വരൂപിണിയുടെ നാമധേയം ഇഹലോകത്തിടിമുഴക്കമാക്കി തീർത്ത പൊന്നാൻകുട്ടി തന്റെ നല്ല കാലത്തിന് നേരം കുറിച്ച തമ്പുരാട്ടിയെ വണങ്ങി വടക്കുംനാഥന്റെ മണ്ണിലെ ചൈത്രയാത്ര നടത്തി സങ്കല്പത്തിന്റെ തങ്കത്തിരകൾ ഇരമ്പുന്ന നേരത്തീത കടന്നു വരുന്നു ഭക്തപ്രഹ്ലാദൻ വഞ്ചിമുക്കിന്റെ ഗജരാജകുമാരൻ. ഉണ്ണിയപ്പത്തിന് പ്രിയമേറുന്ന നാട്ടിൽ ഉണ്ണി ഗണപതി വാഴുന്ന മണ്ണിൽ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചു വാഴുന്നവൻ കൊട്ടാരക്കരയുടെ മാനസപുത്രൻ മന്ത്രികുമാരൻ യുവരാജാവ് കീഴൂട്ട് ശ്രീകണ്ഠൻ. അതെ, ഭക്തപ്രഹ്ലാദൻ വഞ്ചുമുക്കിന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ ആനയടിയിൽ പൊതു ചരിത്രം രചിക്കുവാൻ വരികയാണ് യുവരാജാവ്. സുഖസിദ്ധമായ ശൈലി കൊണ്ട് ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഉത്തമ യുവരാജൻ. തമിഴക മഹിമയുടെ നിലയ്ക്കാത്ത സൗന്ദര്യവും പേറി പിറവി കൊണ്ടവൻ. ആനകൾ അനവധി അരങ്ങു വാഴുന്ന
കീഴൂട്ട് തറവാട്ടിലെ ഇന്നത്തെ തമ്പുരാൻ സാക്ഷാൽ കീഴൂട്ട് വിശ്വനാഥനോടൊപ്പം കൊട്ടാരക്കരയുടെ മണ്ണടക്കി ഭരിക്കുന്നവൻ ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്ക് ഭഗവാനായി സമ്മാനിക്കുന്ന പൂർണ്ണതയുടെ നേർരൂപം മന്ത്രികുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ. അസൂയപ്പെടുത്തുന്ന പൊന്നിൻ പ്രഭയോട് കടന്നു വരുന്നു ശ്രീകണ്ഠൻ. മലയാള മണ്ണിന്റെ മഹിമയ്ക്ക് മഹോദരമാകുന്ന അഴകുകൊണ്ട് കിരീടം ചൂടിക്കുവാൻ അതിർത്തിക്കാടിൽ പിളർന്നുവെന്നവൻ. തമിഴക പെരുമയിൽ നിന്നും മലയാള മഹിമയിലേക്ക് ചുവടുവച്ചുവെന്ന് ചരിത്രം തന്റെ പേരിൽ കുറിച്ചവൻ. കീഴൂട്ട് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ ആരോപലുണ്ണിയായി രാഷ്ട്രീയ കേരളത്തിന്റെ വീരിമാറിലും ചർച്ചക്കിടം നേടിയവൻ. കഥകളിക്ക് കളിവിളക്ക് കൊളുത്തിയ മണ്ണിൽ ഉണ്ണിയപ്പത്തിന്റെ മാധുര്യം പേറുന്ന പുണ്യഭൂമിയിൽ കൊട്ടാരക്കരക്കാരനായി വളർന്ന് കൊട്ടാരക്കരയ്ക്ക് കീർത്തിയായി മാറിയ യുവരാജൻ. വളർച്ചയുടെ പടവുകളിൽ തുണയായി കൊട്ടാരക്കര ഗണപതി കാവൽ നിൽക്കുന്ന ഭാവി വാഗ്ദാനം. ബാല്യകൗമാരത്തിന്റെ കാലത്തു തന്നെ പ്രൗഢിയുടെ പുറപ്പാട് തെളിയിച്ചവന്റെ വരവ്. ആണത്തം വാക്കിലല്ല, വാക്ക് തെറ്റാത്ത കാന്തിയിലാണെന്ന് കാണിച്ചു കൊടുത്തവന്റെ വരവ്. ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്കിന്റെ നായകൻ ഗജകുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠ. നിനക്കും നിന്റെ സാരഥി മാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. അതെ, ആനകളിൽ അഴകേഴുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവി കൊണ്ടവനും വരുന്നു. ഒട്ടും മടിക്കാത്ത നെഞ്ചോട് ചേർത്ത് മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാന യുവരാജകുമാരൻ മീനാട് കേശു. നിറഞ്ഞാലും ഈ മണ്ണിന്റെ രാജാവ് താൻ തന്നെ എന്ന് ഉറപ്പിച്ചവന്റെ വരവിനായി ആനയടിയിതാ കാത്തിരുന്ന നിമിഷം ഒരുങ്ങുകയായി. ആനപ്രിയനായ ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രനായി പിറന്നവൻ വന്നു ചേരുന്നു. ഇതാ ആനയടി തമ്പുരാന് ശിരസിൽ പീഠമൊരുക്കി വന്നെത്തി പെരുമാളയെ പൊന്നോമനെ അവതരിക്കുന്നു. ഇവൻ ആനയടിക്കാരുടെ സ്വന്തം, ആനയടി ദേവരുടെ സ്വന്തം നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം. അപ്പോ അതെ, ആർത്തരം വന്ന പുരുഷാരം സാക്ഷിയാകുമ്പോൾ പ്രായത്തിന്റെയും മണിയറിവിന്റെയും ഒന്നാമനായി സാരഥി ഹരിപ്പാട് വിജയേട്ടന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ തന്റെ നാഥനെ ശിരസിൽ എഴുന്നള്ളിച്ചു വരികയാണപ്പോൾ നിയോഗത്തിന്റെ നായകത്വം വഹിക്കുവാൻ നരസിംഹസ്വാമി തെരഞ്ഞെടുത്ത് ഉത്തമ പീഠമായപ്പോൾ അഴകിന്റെ യാവനാടി ആവേശമായി അണിഞ്ഞ ആന കേരളത്തിന്റെ പുതുനിരയിലേക്ക് കടന്നു വന്ന അതേ അപ്പ് വരികയാണ്. എവിടെ തന്റെ പാദം പതിയുന്നത് അവിടം നരസിംഹശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോൾ നാട് വാഴുവാൻ താൻ ഇവിടെയുണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചതാ കടന്നു വരികയാണ് ആനയടിയപ്പോൾ നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം. അപ്പോ ആനയടി തമ്പുരാനെ ശിരസിലേറ്റുവാൻ നിയോഗം ലഭിച്ചവൻ, ആനയായി ജനിച്ചാളായി വാഴുവാൻ ആനയടിയിലേക്ക് കടന്നു വന്നവൻ. അതെ, ഇതപ്പുവാണ്. ആരെല്ലാം വന്നാലും ആനയടിയിലും ആനയടിക്കാരുടെ മനസ്സിലും ഒരേ ഒരു രാജാവേ ഉള്ളുവെന്ന് തെളിയിച്ചു വന്ന് ചേർന്നിരിക്കുന്നു. അപ്പോൾ തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ ശിരസിലേറ്റി തന്റെ തട്ടകത്തിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന അപ്പുവിത ഇവിടെ നായകനായി നിൽക്കുവാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ് ആനയടി ദേവസ്വം. അപ്പോൾ നിയോഗത്തിന്റെ മൂന്നക്ഷരം കൊണ്ട് നരഹരി ദേവന് പാദപൂജ ചെയ്യുവാൻ വന്നവൻ അണിനിരക്കുന്ന പുരുഷാരത്തെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ചെഴുന്നള്ളി വരികയാണവൻ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേളയുടെ അമരക്കാരൻ ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രൻ സാക്ഷാൽ നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം. അപ്പോ ഭഗവാനകമ്പടിയായി ഇടംബലം കൂട്ടായി തടത്താവള രാജശേഖരനും ചുരൂർമഠം രാജശേഖരനും ഇതാ ഈ മണ്ണിലേക്ക് വരികയാണ്. രണ്ട് രാജശേഖരന്മാർ രാജാധിരാജനായ ആനയടി തമ്പുരാൻ അകമ്പടിയായി വരികയാണ്. ആവേശവും ആരവങ്ങളും മാറി മാറി ഉയർത്തുവാൻ ഈ നാടിന്റെ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ പേരും പെരുമയും നിറഞ്ഞ ഭൂതക്കുളം നാടിന്റെ ഗജസൈന്യാധിപൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരനും ചുരൂർമഠം നാടിന്റെ മണ്ണിൽ നിന്നും വരുന്നു ചുരൂർമഠം രാജശേഖരനും.
പിടിച്ചുകൊണ്ട് പൂരങ്ങളെ നെഞ്ചോട് ചേർത്ത് ആന കേരളത്തിൽ ഉത്തമ സ്ഥാനം നേടിയവൻ, പൂരങ്ങളുടെ പൂരത്തിന് പേരും പെരുമയും പകർന്ന് ഇത്തവണയും തിരുവമ്പാടിക്കായി എഴുന്നള്ളി നിന്ന കൂട്ടാന പൂരനഗരിയുടെ പതിവുകാരനായ തെക്കൻ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ. ഒരുങ്ങി നിൽക്കുന്ന ജനസാഗരമേ, അസ്തമ സൂര്യന് കീഴെ കതിർവില്ലഴകൻ അവതരിക്കുന്നു. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിനായി ഗജരാജ സൂര്യൻ ഉദിക്കുന്നു. ഇനി വിശ്വവീര സുന്ദരന്റെ രംഗപ്രവേശം, പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട്. പെരുമാൾ, ആന കേരളത്തിന്റെ പെരുമാൾ, ഗജരാജ ലക്ഷണ പെരുമാൾ, നവലോക സുന്ദര ഛത്രാധിപതി പാമ്പാടി രാജൻ. നടത്തി കാണിച്ച ധർമ്മരക്ഷയിത ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു കൊണ്ടുവരികയാണ് അവനെ. ചരിത്രം വീണ്ടും കുറിക്കുവാൻ പടിഞ്ഞാറ് നിന്നും വരുന്ന ധർമ്മരക്ഷയ്ക്കായി ധീരന്മാരായ രാജസാരഥിമാർ കാച്ചാം കുറിച്ചി സതീഷും കൊല്ലംകോട് മനോജും ഒരേ മനസ്സോടെ കൈകൾ പിടിച്ചുകൊണ്ട് വരുന്നു അവനെ. അതെ, ചോദ്യങ്ങൾക്കിനി സ്ഥാനമില്ല, ചോദിച്ചാൽ മറിച്ചൊരു ഉത്തരവുമില്ല. വരുന്നത് രാജനാണ്, വശ്യ മലയാളത്തിന്റെ വിശ്വവീര സുന്ദരൻ, ഭൂലോക ഉത്തുംഗ സിംഹരാജൻ, ദ യൂണിവേഴ്സൽ കിങ് പാമ്പാടി രാജൻ. ഇത്രനാൾ കണ്ടതെല്ലാം ഭീമാവതാരമായിരുന്നുവെങ്കിൽ ഇതാ ഇത്തവണ രാജസൂയം. ആരും കൊതിക്കുന്ന സ്ഥാനമാനങ്ങൾ ആരെയും കൊതിപ്പിച്ച് നേടിയവരുടെ രാജസൂയം. അഴകും അളവും അതിനൊത്ത പ്രൗഢിയും ആന മലയാളത്തിന് പകർന്ന കതിർവില്ലഴകന്റെ രാജസൂയം. അതിരറ്റ ആഘോഷത്തെ വരവേൽക്കുവാൻ ധർമ്മരക്ഷയൊരുക്കുന്ന രാജസൂയം. കണ്ണു നിറയെ കണ്ടിട്ടും മതി വരാത്തവർക്കായി ധർമ്മരക്ഷയൊരുക്കുന്ന രാജസൂയം. 1000 സൂര്യന്റെ ഐശ്വര്യ പ്രഭയുമായി അങ്ങ് കോടനാട് രചിച്ച രാജസൂയം. കോടനാടും കോട്ടയും കടന്ന് പേടിയില്ലാതെ പടനയിച്ച രാജസൂയം. പൂരങ്ങളുടെ പൂരത്തിന് പാറമേ കാവിലമ്മയുടെ തടം വെട്ടി തുടങ്ങിയ രാജസൂയമാണിത്. ഉത്രാളിയിൽ ഉത്തമനായി നിന്നുത്തരം കൊടുത്തവന്റെ രാജസൂയമാണിത്. ചെമ്പൂത്രയിൽ ചെന്ന് ചെമ്പട്ടണിഞ്ഞ തമ്പുരാട്ടിയെ ചന്തത്തിൽ ശിരസിലേറ്റിയ രാജസൂയം. നവമിക്ക് നായകനായ അഗ്രഹാര വീഥികളിൽ അവതാരമാടിയവന്റെ രാജസൂയം. അലങ്കാരത്തിന്റെ അവസാന വാക്കായി മണ്ണിൽ ഉദിച്ചവന്റെ രാജസൂയം. അതെ, ഇതാനയടി തമ്പുരാനെ സാക്ഷിയാക്കി ധർമ്മരക്ഷ തുടങ്ങുന്ന രാജസൂയം. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശം ആനയടി തമ്പുരാനായി ഒരുക്കുന്ന രാജസൂയം. കാണുക കാണുക കണ്ണുകളെ, ഇതാണ് രാജാധിരാജന്റെ രാജസൂയം, രാജരാജ ഗന്ധർവന്റെ രാജസൂയം. ഇവനെന്നും ഇഭകുല നാട്ടരജൻ. തൃപ്പൂണിത്തുറയിലെത്തിയാൽ ഇവൻ തികവിന്റെ പര്യായം. പൂരനഗരിയിൽ പൂരമലയാളത്തിന്റെ വീരപ്പെരുമാൾ. ആദിയിൽ നാഥനായ മൂർത്തി അവതാരത്തിന്റെ നരസിംഹമായി വാഴുന്ന ആനയടിയുടെ മണ്ണിലേക്ക് ഇതാ ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തോടൊപ്പം അവതരിക്കുന്നു ഐശ്വര്യ ശ്രീമാൻ. അതെ, അഴകിന്റെ വെഞ്ചാമരങ്ങൾ വീശി വന്നെത്തുന്ന ആന കേരളത്തിന്റെ ഐശ്വര്യ ശ്രീമാൻ. ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദവും വാങ്ങി ഹരിലാൽ ഹരിനന്ദനം പനിക്കുളത്തിന്റെ വഴിപാടായി ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകത്ത് ശ്രീയെഴുന്ന ഗജ ചൈതന്യം. ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രശോഭയാർന്ന ചന്തമുള്ള കൊമ്പനാന മാതംഗരാജൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. തന്റെ പ്രിയ സാരഥിമാരായ പാറശ
താമരശ്ശേരി ശുങ്കന്റെയും സന്തോഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് നിയോഗത്തിന്റെ പൊൻവസന്തമായ ആനയടി തമ്പുരാന്റെ മഹോത്സവ പുണ്യം നുകരുവാൻ വന്നു ചേരുകയാണ് ഇന്ദ്രസൻ. അതെ, ഇവൻ സൗന്ദര്യ പെരുമയേറുന്ന നിറയൗവനത്തിൽ ഗുരുവായൂരപ്പനായി നടയിരുത്തപ്പെട്ട കലിയുഗ പുണ്യം. കാലത്തിന്റെ ചൈത്രയാത്രയിൽ നിയോഗങ്ങളുടെ പൊൻവസന്തം ചൂടി നാരായണന് പ്രിയനായി മാറിയവൻ. നെയ്ത്തിരി നാളങ്ങൾ തെളിയുന്ന ശ്രീലകത്തു നിന്നും വനമാല ചാർത്തി കണ്ണൻ ശീവേലി എഴുന്നള്ളുന്ന ഉത്തമ മസ്തകം. ഏകാദശി വിളക്കിന്റെ പൊൻകാലത്തു നിന്നും ശിരസോളം മറ്റൊരു പീഠമില്ലെന്ന് തെളിയിച്ചവൻ. അതെ, ഉണ്ണിയായും കണ്ണനായും ഓടക്കാർ വർണ്ണനായും ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പൊന്നുണ്ടേ വരികയാണ്. പറമ്പുകൾ കണ്ണു നിറയെ കാണുവാൻ കൊതിക്കുന്ന പട്ടാമ്പിയുടെ ആനച്ചന്തം. ചിട്ടകൾക്ക് ചിട്ടയും ചന്തത്തിന് നാടൻ സൗന്ദര്യവും മുതൽ കൂട്ടാക്കിയവൻ. കരിമ്പനകൾ ചൂളം വിളിക്കുന്ന വള്ളുവനാടിന്റെ വീരപുത്രൻ, മാതംഗ സഖ്യ കുലപതി, പട്ടാമ്പി പടിഞ്ഞാറേ മഠം മണികണ്ഠൻ. വഴിയും വഴിത്താരകളും ഒരുക്കുന്ന വീരസാരഥി മലമ്പുഴ പ്രസാദിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ തെക്കിന്റെ രാജഭൂമിയിലേക്ക് വരികയാണവൻ. മലയാള വനാന്തരത്തിൽ പിറന്ന മലയാള ചട്ടം പഠിച്ച ചിട്ടകൾ പറഞ്ഞ വേലകളും ഉത്സവങ്ങളും കൂടി ശീലിച്ചവൻ. 4.5 വയസ്സിന്റെ ബാല്യത്തിൽ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ നാട്ടിലേക്ക് ധർമ്മരക്ഷയ്ക്കൊപ്പം അവനും കടന്നു വരുന്നു. ഇവൻ തിരുവൈക്കത്തപ്പന്റെ മാനസപുത്രൻ. മലമകളെ മടിയിരുത്തി മാലോകം കാക്കുന്ന മഹാദേവരുടെ ആരോമലുണ്ണി. അഷ്ടമി പെരുമ നിറയുന്ന തിരുവ്യാഘ്രമാതപുരിയുടെ തലയെടുപ്പ്. ഗജപ്രജാപതി വേമ്പനാട് അർജുനൻ. നാട്ടിൽ കാത്തിരിക്കുന്ന നല്ല നാളുകൾക്ക് മുന്നിലേക്ക് നട്ടല്ലി വളയ്ക്കാതെ നിൽക്കുവാൻ വരികയാണ് സാധു. കോട്ട കൊട്ടാരങ്ങൾ കെട്ടിവാഴുന്ന തമ്പുരാക്കന്മാർ വരെ പോരാട്ടത്തിൽ കൈകൂപ്പുന്ന പുതുപ്പള്ളിയുടെ സാധു ഇതാ വരികയാണ്. ഈ മണ്ണിന്റെ ആഘോഷം കൂടുവാൻ കരുത്തുറ്റ കോട്ടയത്തിന്റെ മികവറ്റ കൊമ്പൻ. അങ്ങ് വടക്കൻ മടിത്തട്ടിലെ ആരവ മർമ്മരങ്ങൾക്കിടയിൽ ആഘോഷത്തിന്റെ പ്രതാപിയാകുവാൻ പിറവി കൊണ്ടവൻ. ഭീമനോടൊന്നിച്ചു വാഴുവാൻ ഭീതിയില്ലാതെ പടവഹിക്കുവാൻ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അവതരിച്ചവൻ. അക്ഷരനഗരിയുടെ ഉഗ്രകവാടം കടന്ന് തിരുനക്കരയിൽ ആവേശത്തിന്റെ പൊൻപൂരം കൂടിയവൻ. ദുരിതം തീർക്കുന്ന രുചിര മഹാകാളി അതിരുദ്രയായി വാഴും ഉത്രാളിയിൽ. നിങ്ങൾ പടനായകനെ കാത്തിരിക്കുമ്പോൾ പട നയിക്കുവാൻ തലമുതിർന്നവർ മാത്രം മതിയോ? പട നയിക്കുവാനും അടിയുറച്ചു നിൽക്കുവാനും ഒരു യുവരാജാവ് വരണ്ടേ? അതെ, ആരെ കാണണമെന്ന് ആഗ്രഹിച്ചുവോ അവനെ തന്നെ കൊണ്ടുവരികയാണ് ഛത്രപതി. വഴിമാറാത്ത ചരിത്രം വിണ്ണിലും മണ്ണിലും ഇല്ലെന്ന് തെളിയിച്ച് ഛത്രപതിയുടെ യുവരാജാവ് വരുന്നു. ഛത്രപതി ആനയടിയുടെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, പാലകാപ്യ ഗജപതി, ഗജയുവരാജൻ, പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി ബാലൻ. ധീര യുവത്വമിത ഛത്രപതിയുടെ കയ്യും പിടിച്ച് ആനയടിയുടെ വിരിമാറിലേക്ക് വരികയാണ്. ഇവൻ ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള ആവേശത്തിന്റെ പ്രതിരൂപമായവൻ. വടക്കൻ പടക്കളങ്ങളിൽ വരെ അടക്കി ഭരിക്കുന്ന തെക്കിന്റെ വജ്രായുധം. തൊട്ടാൽ തീ പാറുമെന്നും കനൽ കെട്ടില്ലെങ്കിൽ കൈ പൊള്ളുമെന്നും തെളിയിച്ചുകൊണ്ടിതാ വരികയാണ് ബാലൻ. ബാലനാണ് കൈയടിക്കല. ഊതിയാൽ തീപ്പരിചിതരും. ഇവൻ ഉത്സവ മലയാളത്തിന്റെ പാലകാപ്യ ഗജപതി, യുവ ഗജരൗദ്ര സൂര്യൻ, യുവരാജ ക്ഷത്രിയൻ, ആമ്പാടി ബാലൻ.
ഛത്രപതിയോടൊപ്പം വരുന്നുണ്ട് യുവരാജാവ്. ക്ഷീരയുവത്വത്തിന്റെ തുറുപ്പ് ചീട്ടെന്നും പേരും പെരുമയും ചൂടി വിഷ്ണുമോഹൻ വൈഷ്ണവം സമർപ്പിക്കുന്ന കാണിക്കയായിട്ടിതാ കടന്നു വരികയാണ് ആക്കാവിളയിലെ ആൺകുട്ടി ഈ ഭകുല ചേകവർ മുരഹരി പ്രിയൻ ആക്കാവിള വിഷ്ണു നാരായണൻ. തെക്കൻ കൊല്ലത്തിന്റെ മടിത്തട്ടിൽ നിന്നും ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാൽ വച്ചുവന്ന യുവരാജാവ്, ഐശ്വര്യം എന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ വീരകുമാരൻ, തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ വശ്യമായ സൗന്ദര്യത്തിന്റെ ആവിർഭാവം ചൂടി ആൺകുട്ടി, ചരിത്രം പള്ളികൊള്ളുന്ന മലയാളക്കരയിലേക്ക് ചുവട് വെച്ച് വന്ന് പിൽക്കാലം തനിക്കായി ഒരുക്കിയ ആൺകുട്ടി. കർശനമായ ഒരു അറിയിപ്പുള്ളത്, മുകളിലൂടെ നിയന്ത്രിക്കുന്ന ഡ്രോൺ അത് കൈകാര്യം ചെയ്യുന്നവർ എത്രയും വേഗം അത് അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമാണ്. മുകളിലൂടെ പറത്തുന്ന ഡ്രോൺ അത് സംവിധാനം ചെയ്യുന്നവർ, അതിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് അത് എത്രയും വേഗം നിർത്തണമെന്ന് അറിയിക്കുന്നു. ചരിത്രം പള്ളികൊള്ളുന്ന മലയാളക്കരയിലേക്ക് ചുവടുവച്ചു വന്ന് പിൽക്കാലം തനിക്കായി ഒരുക്കിയ ആൺകുട്ടി വരുന്നു. താരങ്ങൾ മാത്രം അണിനിരക്കുന്ന പൂരങ്ങളിൽ താരപ്രഭയുടെ അവസാന വാക്ക്. പെരുമയാർന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങ് നിറച്ച് എഴുന്നള്ളി നിൽക്കുന്നവൻ, ഉലകം മയങ്ങുന്ന കാന്തി കൊണ്ട് ഉയര പെരുമകൾക്ക് മുകളിൽ ചരിത്രം രചിക്കുന്നവൻ, ഇതാ വന്നെത്തുന്നു ആന കേരളത്തിന്റെ അഭിമാനമായ വിഷ്ണു നാരായണൻ, ഈ ഭകുല ചേകവർ മുരഹരി പ്രിയൻ ആക്കാവിള വിഷ്ണു നാരായണൻ. നേരിട്ട പടവുകളിൽ കഴിവുകൊണ്ട് നേടിയെടുത്ത് തനിക്ക് പോന്നവൻ താൻ തന്നെ എന്ന് കാണിച്ചു കൊടുക്കുന്നവൻ ഇതാ ആനയടി പൂരത്തിന്റെ പെരുമയിലേക്ക് വരുന്നു. ഏതു വേദിയും അടക്കി ഭരിക്കുവാൻ വേണ്ടുന്ന നിലവിന്റെ പഠനങ്ങളിൽ അടിതെറ്റാതെ ചുവടുറപ്പിക്കുന്നവൻ, ഈശ്വൽ പാട്ടുകൾ ഈണമിടുന്ന മണ്ണിൽ തലപ്പക്കമോടെ വളർന്ന ഗജരാജ കേസരി അക്കരമൽ ശേഖരൻ ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇതാ കൊത്തിയോട്ട പാട്ടുകൾ മുഴങ്ങുന്ന ഓണാട്ടുകറിയുടെ മണ്ണിൽ നിന്നും പൂരങ്ങളുടെ നാട്ടിലേക്ക് ആവേശമായി കടന്നു വന്നവൻ, ആരാധകരുടെ അഭിമാന താരം ഗജരൗദ്ര സൂര്യൻ വഴിപാടി ശ്രീകണ്ഠൻ. എണ്ണം പറഞ്ഞ താരങ്ങൾ എന്ന് മണ്ണിനിറന്നു നിന്ന് ചരിത്രമുള്ള വഴിപാടി ഗജനരിയുടെ ഇന്നത്തെ താരസൂര്യൻ അവതരിക്കുകയാണ്. ആവോളം ആവേശത്തിന്റെ അലയൊലികൾ കണ്ട് മലയാളക്കരയുടെ തെക്കും വടക്കും വാണവൻ, ആതിരയിലെ ആന കേമനായും ആമ്പല്ലൂരെ അംഗചേകവനായും ആന കേരളത്തിന്റെ ആഘോഷങ്ങൾ കൂടിയവൻ ഇതാ വരികയാണ്. മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ കുന്നത്തൂർ കുട്ടി ശങ്കരൻ വരുന്നുണ്ട്. നാട്ടുരാജാവ് ഇതാ അവതാരത്തിന്റെ മൂർത്തിഭാവം കൊണ്ട് അവതരിക്കുന്നു. മക്കളെ, നാട്ടുരാജാവ് ഇവൻ നരസിംഹപ്രിയയുടെ നരഹരിയുടെ നാട്ടുരാജാവ്. അതെ, ഇതാ വരികയാണവൻ. ആരവങ്ങൾ തന്റെ വരവിനെ ശീലമാക്കി പട നയിക്കുവാൻ നരഹരി കൊണ്ടുവരുന്നു. ഇവൻ തൃക്കടവൂരിന്റെയും തിരുവിതാംകൂറിന്റെയും എണ്ണം പറഞ്ഞ പടനായകൻ. തെക്കൻ മലയാളത്തിന്റെ മണ്ണിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ കീഴടക്കിയ പടനായകൻ. കാലകാലേശ്വരന്റെ കണ്ണിൽ ഉണ്ണിയായ കടവൂരിൽ വാഴുന്ന പടനായകൻ. സാക്ഷാൽ തെക്കിന്റെ തേവർ, ഏകസാഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു. കാത്തിരുന്ന ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയേറ്റിക്കുവാൻ കളിക്കൂട്ടുകാരനായ പ്രിയ സാരഥി തകിടിയിൽ മനോജിന്റെ കയ്യും പിടിച്ചവതരിക്കുന്നു. കൂട്ടരെ അഴകിന്റെ കടവൂരാൻ അയ്യനയ്യപ്പ സ്വാമിയുടെ പൊന്നു പൂങ്കാവനത്തിൽ മിന്നും താരപ്രഭയോടെ പിറവി കൊണ്ട തൃക്കടവൂരാൻ. തെക്കൻ കൊടുങ്കാറ്റ് വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ ശൗര്യം തീർത്ത കടവൂരാൻ. അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന തൃക്കടവൂരാൻ.
പുത്രം പിറന്നവന്റെ ഭൂഗോപനത്തിൽ നിന്നും ഉന്നതികളുടെ ഭാഗ്യജാതകം കുറിച്ചവൻ, തിരുവിതാംകൂറിന്റെ നെടുനായകത്വം തിരുനെറ്റിയിൽ തിലകം പോലണിഞ്ഞവൻ, തികവിന്റെ പൂർണ്ണതയിൽ താരങ്ങളെ കൊതിപ്പിച്ചവൻ. അതെ, ഇവൻ താരങ്ങൾക്കിടയിലെ താരക ബ്രഹ്മം വരികയാണ്. തിരുവിതാംകൂറിന്റെ ഹൃദയമുറങ്ങുന്ന ശൂരനാടിൽ അവതാരം കൊണ്ട് നിൽക്കുകയാണ് തെക്കിന്റെ ദേവർ. ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറുബാല്യം മുതൽ വഴി നടത്തുന്ന സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണ പിള്ളയുടെയും ഉറ്റതോഴനായി അന്നും ഇന്നും കൂടെയുള്ള തകടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചിതാ അവതരിക്കുന്നു തെക്കിന്റെ ദേവർ. പ്രായം 18 തികഞ്ഞപ്പോൾ തന്നെ പ്രൗഢിയും പത്തരമാറ്റം തെളിയിച്ച ദേവർ. ചെറുബാല്യം മുതൽ ബാലവേലായുധന്റെ വാൽപ്പിടിക്ക് പതിവായി എത്തുന്ന ദേവർ. യൗവന കുതിപ്പിന് പകിട്ടേകുവാൻ അന്നദാന പ്രഭുവിന്റെ തങ്കത്തിടം പേറ്റിയ ദേവർ. തർക്കമില്ലാത്ത ആവേശവുമായി തെക്കുകടന്ന പൂരങ്ങളുടെ പൂരം കൂടിയ ദേവർ. ആറാട്ടുപുണിയുടെ പ്രൗഢി ആവോളം ആസ്വദിച്ച അഴകിന്റെ ദേവർ. അനന്തപുരിയുടെ ആരവങ്ങളും വരുന്നു. മലയാള മണ്ണിന്റെ മനസ്സും മഹസ്സും തൊട്ടറിഞ്ഞ തനിനാടൻ കൊമ്പനാണ് ആന കേരളത്തിന്റെ മന്ത്രികുമാരൻ, വിശ്വവിരാജിത വീരഹസ്തി, യുവരാജ പ്രജാപതി, കീഴൂട്ട് വിശ്വനാഥൻ. രഞ്ജുവിന്റെ കയ്യം പിടിച്ചു വരുന്നു. ഉത്തമ മലയാളത്തിന്റെ ഹൃദയം കടവൂരാൻ ദക്ഷിണ മലയാളത്തിന്റെ പടിവാതികൾ കടന്നു വന്ന വീരനായകൻ മീനാടൻ. തീരാത്ത ആവേശത്തിന്റെ പടവാളുമായി ദക്ഷിണ മലയാളത്തിന്റെ തിലകക്കുറിയായി തീർന്നവൻ മീനാടൻ. പേരും പെരുമയും നിറഞ്ഞ ഈ മണ്ണിൽ ഒരുങ്ങുന്ന ശങ്കരാഭരണം. അതെ, ഇത് ശ്രീകൃഷ്ണസേനയുടെ ശങ്കരാഭരണം. ശ്രീകൃഷ്ണസേന കോട്ടപ്പുറത്തിന്റെ ശങ്കരാഭരണം വരികയാണ്. അഘോര രുദ്രമൂർത്തിയായ തിരുവേറ്റുമാനൂരപ്പന്റെ ആരോമൽ പുത്രൻ, ഏകരുദ്ര പ്രജാപതി, ത്രിലോക ഛത്രാധിപതി, ഗജതിലകം, ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടിയെ കാത്തു സൂക്ഷിക്കുന്നവൻ. അതെ, ഇവൻ അന്നും ഇന്നും എന്നും അക്ഷരനഗരിയുടെ നിലയ്ക്കാത്ത ആവേശം. ഇവൻ ശ്രീകൃഷ്ണസേനയുടെ നായകൻ. ശ്രീകൃഷ്ണസേന കൊണ്ടുവരുന്ന കരുത്തുറ്റ നായകൻ. കോട്ടപ്പുറത്തിന്റെ കുട്ടികൾക്ക് കോടിക്കണക്കിന് ആവേശം പകരുവാൻ തീരെ പഠിക്കാത്ത നായകൻ, ഗജതിലകം, ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടി. ചരിത്രമാക്കി മാത്രം മാറ്റിയ ശങ്കരൻ കുട്ടി. തന്റെ നാമം കേൾക്കാത്ത മണ്ണ് മലയാള മണ്ണിൽ ഇല്ലെന്ന് പലകുറി തെളിയിച്ച ശങ്കരൻ കുട്ടി. അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ അകതാറിൽ സ്ഥാനം നൽകി അഴകോടെ പീഠം തീർത്തവൻ ശങ്കരൻ. നടത്തുന്ന സാരഥി അരൂർ പ്രവീണിന്റെ കയ്യും പിടിച്ച് ആണിയടി പൂരം കൂടുവാൻ കടന്നു വന്നു ചേരുന്നത് ഉഷശ്രീ